ഇപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് നമ്മൾ സിനിമയിൽ എഴുതി കാണിച്ചെന്നുകൊണ്ട് ആരും സ്മോക്കിംഗ് നിർത്തുന്നില്ല. ഒന്ന് അണയുമ്പോൾ വേറൊന്ന് വീണ്ടും കത്തും. അതാണ് ഈ ലോകം. നമ്മളുടെ ലൈഫും നമുക്ക് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നവരാണ് എല്ലാവരും. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെന്താണെന്ന് പോലും നമുക്കറിയാൻ തൊട്ടടുത്തിരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ ഷാജേട്ടൻ എന്നുള്ള രീതിയിൽ, അതായത് മതി എന്നുള്ളതിൽ തന്നെ ഫിക്സ് ആയി. വേറൊരു ഓപ്ഷൻ പോയിട്ട് ഞാൻ ഷാജേട്ടൻ്റെ അടുത്ത് പോയിട്ടില്ല. സാധാരണക്കാരായ ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഇതിനകത്തുണ്ട്. ട്രെയിലർ എപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആളാണ്. സ്വന്തം പ്രോജക്റ്റിൽ അത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അഭിനയിച്ച് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതൊരു സൂപ്പർ സ്റ്റാർ ഫിലിം അല്ല. ഇനിയുള്ള ഒരു ലോകം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. നമ്മൾ ചിന്തിക്കാത്ത മേഖല, ഓരോ കാര്യങ്ങളും പുതിയ അറിവല്ല. പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട്. പക്ഷെ അതൊന്നും ഇത്രയും ഷെയ്ഡ്സ് ഉണ്ടായിരുന്നില്ല. ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷനാണ് പറയുന്നത്. പക്ഷെ ഡയലോഗ്സ് പറയാൻ നമുക്ക് ഈസി ആയിരിക്കും. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡാർക്ക് വെബ് പ്രമേയമാക്കിയ ഒരു മൂവി. അതെ, അറ്റ് വെൽക്കം ടു ദ ഡാർക്ക് സൈഡ് മൂവിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മൂവിയുടെ വിശേഷങ്ങൾ നമുക്ക് അറ്റ് മൂവി ടീമിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മൂവിയുടെ റൈറ്റർ, എഡിറ്റർ ആൻഡ് ഡയറക്ടർ ശ്രീ ഡോൺ മാക്സ്, ലീഡ് റോൾസ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഷാജി ചേട്ടൻ, ആകാശ് സെൻ ആൻഡ് നയന. വെൽക്കം എവ്രി വൺ. സർ, ആദ്യം നമുക്ക് ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. ശരിക്കും ഡയറക്ടറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലുപരി ഒരു മാസ് എഡിറ്ററിന് ഞാൻ സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം അതിൻ്റെ റീസൺ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. അപ്പം അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ സാർ, ഈ ഡാർക്ക് വെബ് എന്നൊരു തീമിൽ ഒരു മൂവി ചെയ്യാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇതെൻ്റെ രണ്ടാമത്തെ ഫിലിമാണ്. ഇത് നമ്മളൊരു സബ്ജക്റ്റ് ആലോചിക്കുമ്പോൾ അത് കഴിഞ്ഞ ഒരു ഫിലിമിന് ഇതിന് മുമ്പ് ചെയ്ത ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതായിട്ട് മാക്സിമം റിലേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു പുതിയ തീം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഈ ഒരു തോട്ട് തോന്നിയതും അതിന് ഡെവലപ്പ് ചെയ്തതും. അതിൽ നിന്നുള്ള ഓരോ ദിവസവും നമ്മളത് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോൾ അത് പയ്യെ ഡെവലപ്പായി പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഈ ഒരു പ്രമേയം അധികം ഒരു സിനിമയിൽ പല പോർഷൻസിൽ വന്നിട്ടുണ്ട്, എൻ്റയർ ഫിലിം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് അത് എൻ്റയർ അങ്ങനെ ഒരു സംഭവം ചെയ്തുകൂടാ എന്നൊരു തോട്ട് തോന്നി. അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് യൂസ് ചെയ്തത്. സാർ ഇപ്പം എഡിറ്റർ ആയിട്ടാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പം ആ ഒരു ടെക്നിക്കലി അത്രയും വെൽ വേഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെയാണോ ഇങ്ങനൊരു മൂവി കൈകാര്യം ചെയ്യാം? പിന്നെ നമുക്ക് എൻ്റെ പോസ്റ്റേഴ്സിൽ നിന്നും പല സീൻസിൽ നിന്ന് തന്നെ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഒരു എഡിറ്ററിൽ നിന്ന് ഒരു ഡയറക്ടറായ ട്രാൻസിഷൻ, അതിൻ്റെ ഒരു ഇതാണോ കാണുന്നത്, എഫക്റ്റ് ആണോ നമ്മൾ മൂവിയിൽ കാണുന്നത്? എന്റെ ആദ്യത്തെ ഫിലിം ആക്ച്വലി അതിനകത്ത് ടെക്നിക്കലി അങ്ങനെ വലിയ ഒന്നും ഇല്ല, ഭയങ്കര നോർമൽ ഫിലിമാണ്. ഒരു സീരിയൽ കില്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ടെക്നോളജി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അതിന് ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു തീം പറയുമ്പോൾ അതിനകത്ത് ഓഫ് കോഴ്സ് നമുക്ക് അതിന് ടെക്നിക്കലി നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മൾ ഓഡിയൻസിന് ഒരു ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വലിയൊരു ബ്ലണ്ടർ ആയിട്ട് നമ്മളത് പറയുന്നതിനേക്കാളും അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് ബേസിക്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നത്. സാറിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് എത്രത്തോളം ഈ മൂവിയിൽ സാറിന് ആസ് ഡയറക്ടർ യൂസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി? തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയാമല്ലോ. ഇതാണ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാം. ആ ഒരു രീതിയിൽ അതിന്റെ ഒരു സ്ട്രോങ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. ഓക്കെ, ഷാജി ചേട്ടാ, ആദ്യം തന്നെ ഹ്യൂജ് റെസ്പെക്ട്. 31 വർഷമായിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ചേട്ടൻ. ഒരുപാട് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. പക്ഷേ ഈ ഒരു 31 വർഷത്തിൽ ആദ്യമായിട്ട് ഒരു ലീഡ് റോള് കൈകാര്യം ചെയ്യുവാണ്. സോ നമ്മുടെ ഈ ഒരു അറ്റ് മൂവിയിൽ ചേട്ടൻ്റെ റോള്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇതിനകത്ത് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ശിവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഈ സിനിമയുടെ ഈ പറയുന്ന ഡാർക്ക് വെബ് പശ്ചാത്തലത്തിലൂടെ കഥ പോകുന്നതുകൊണ്ട് ഈ ഒരു ക്യാരക്ടറും ആ ഒരു ലൈനിൽ ത്രൂ ഔട്ട് പോകുന്നൊരു ക്യാരക്ടറാണ്. എല്ലാ ഇമോഷൻസും ഉള്ള ഒരു ക്യാരക്ടറാണ്, എല്ലാ ഷെയ്ഡ്സും ഉണ്ട് അതിനകത്ത്. സെൻറ്റിമെൻസും വയലൻസും ബാക്കിയുള്ള വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ക്യാരക്ടർ. അപ്പം അത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ
പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്രയും ഷെയ്ഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചലഞ്ചിങ്. ചേട്ടാ ഇപ്പം ഇങ്ങനെ അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡയലോഗ്സ് കുറവാണ്, എക്സ്പ്രഷൻസ് ആയിരുന്നു കൂടുതൽ എന്നിങ്ങനെ അറിയാൻ സാധിച്ചപ്പം അത് ചേട്ടൻ ഒന്ന് ഷെയർ ചെയ്യാം. എങ്ങനെയായിരുന്നു ഇവർ ചേട്ടൻ അതിലേക്ക് ഇപ്പം ഡയറക്ടർ പറയുന്നത് പോലെയാണോ ചേട്ടൻ ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ചേട്ടൻ്റെതായ രീതിയിൽ? നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ ആ സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഒരു ഹോംവർക്ക് ചെയ്യുമല്ലോ. കാരണം നമുക്ക് ഡയലോഗ്സ് ഇല്ല. ഡയലോഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ് പറയാൻ. അപ്പോൾ നമ്മൾ ഡയലോഗ്സിന് ശേഷം നമ്മൾ റിയാക്ട് ചെയ്യാനാണ് പാട്. ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷനാണ് പാട്. പക്ഷേ ഡയലോഗ്സ് പറയാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ എന്താണെങ്കിലും നമുക്ക് ഡയലോഗ്സിലൂടെ പറയാൻ പറ്റും. കാരണം രണ്ട് ബലമുണ്ട്, ഡയലോഗും എക്സ്പ്രഷനും കൂടെ ഉണ്ട്. മറ്റേതൊന്നുമില്ല, ബ്ലാങ്ക് ആണ്, നമ്മൾ എക്സ്പ്രഷൻ മാത്രം ഉണ്ടാകും. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ അത് നമ്മളൊരു ഡയറക്ടറോട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ അയാൾക്കത് ഓക്കെ ആവണ്ടേ. ആ എക്സ്പ്രഷൻ നമ്മുടെ മുഖത്ത് വന്നതെന്ന് ഒരിക്കലും നമ്മുടെ ഫേസ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു മിറർ പോലെയാണ് ഡയറക്ടർക്ക് മുന്നിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ അത് അയാളുടെ ഫേസിലറിയാം, പറയുന്ന വോയിസിലറിയാം അയാളത് ഹാപ്പിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ഓരോ സീക്വൻസും അതിനൊക്കെ റീടേക്ക് വരാതെ തന്നെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ആകാശ്, ഫസ്റ്റ് മൂവിയാണ്, എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ മൂവിയെ കുറിച്ച്? ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒന്ന്, ആദ്യത്തെ മലയാളത്തിലെ ഡാർക്ക് വെബ് സിനിമയിലെ ഭാഗമാകാൻ കഴിഞ്ഞു. പിന്നെ ഇതൊരു ആക്ഷൻ ത്രില്ലർ എന്നുള്ളൊരു ജോണറിൽ കൂടെ വരുന്നു. പിന്നെ ഷാജുവേട്ടൻ, ഡോണേട്ടൻ ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുമുണ്ട് ഈ മൂവി. ആകാശ് എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തുന്നത്? ഞാൻ ആക്ച്വലി ഷാജുവേട്ടൻ വഴിയാണ് ഡോണേട്ടൻ. കാരണം ദേ വർ ലുക്കിംഗ് ഫോർ എ ഫ്രഷ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം യു ആർ ഇൻ ടു ദിസ് മൂവി എന്നൊരു ഫേസ് വന്നു കഴിഞ്ഞപ്പം ഈ മൂവിയുടെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ആണ് ആകാശ് ചെയ്തത്? ജിമ്മി പോയി. അതെ, കാരണം ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് ഫൈറ്റ് സീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫൈറ്റ് കൊറിയോഗ്രാഫി പഠിച്ചു. പിന്നെ കുറച്ച് ആക്ടിങ് സെഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ്. അത് പക്ഷെ ഒരു നീണ്ട പ്രോസസ്സാണ്, ചെറിയതല്ല, ഒരുപാട് ദിവസത്തെ വർക്കാണ്. പിന്നെ ഇതൊരു ടീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ഫ്രണ്ട്ലി സ്പേസ്. വളരെ, അതെ അതെ, ഇത് ഒരു ഫാമിലി പോലെ ആയിരുന്നു. എല്ലാവർക്കും ആക്ടിങ്ങും സിനിമയോടും പാഷനായിട്ടുള്ള ഒരുപാട് ക്രൂ, എല്ലാവരും. അത് ഡയറക്ഷൻ മാത്രമല്ല, അതിപ്പം ക്യാമറ ആണെങ്കിലും DOP ടീമാണെങ്കിലും ആർട്ട് ടീമാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മളുടെ ഇടയിലുള്ള ചർച്ചകളും സിനിമ തന്നെയാണ്. തലേ ദിവസത്തെ നമ്മൾ എന്ത് ഷൂട്ട് ചെയ്തു, അടുത്ത ദിവസത്തെ ഇതെന്താണ്, അതിനെക്കുറിച്ചുള്ള ആക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്കഷൻസും അത് തന്നെയായിരിക്കും. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഡോണേട്ടനെ പോലെ ഇത്രയും പുള്ളിക്ക് കറക്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റും. അതായത് എന്താണ് എനിക്ക് ആകാശിൻ്റെ എന്ന് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഷാജുവേട്ടൻ്റെ വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റുമായിരുന്നു. നയന 2019 ജൂൺ മൂവി മുതൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്ത റോൾസ് എല്ലാം ആളുകൾ ശ്രദ്ധിക്കുന്ന വേഷങ്ങൾ തന്നെ എല്ലാ മൂവീസിലും ചെയ്തു. പിന്നെ അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. ഇപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രമേയം ഡാർക്ക് വെബ്, അപ്പോൾ ആ മൂവിയുടെ ഭാഗമായപ്പോൾ ഹൗ യു ഫീൽ? ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഡോൺ സാറിൻ്റെ ഒരു പടത്തിൽ ഭാഗമാവാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഇന്ത്യയിലെ ഫസ്റ്റ് ഡാർക്ക് വെബ്. അപ്പം ഇതുവരെ ചെയ്ത റോൾസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണോ ഇതിൽ ചെയ്തിരിക്കുന്നത്? ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ ആണ്, ഒരു ബബ്ലിയാണ്, ഒരു പാവംകുട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ, നമ്മൾ കുറച്ചും കൂടെ സ്റ്റോറി മാനിയാക്കാണ്. നമ്മളുടെ ലൈഫും നമുക്ക് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നവരാണ് എല്ലാവരും. അത് സാധാരണ വീട്ടമ്മ ആയിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ദേ ലൈക്ക് ടു പോർട്രേ ദെയർ ലൈഫ്. അത് കാണിക്കുമ്പോൾ ദേ ആർ വെരി ഹാപ്പി. അങ്ങനത്തെ ഒരു ആളാണ് ഈ ക്യാരക്ടർ. ഓക്കെ.
സർ, ഡോൺ മാക്സ് എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്രഹ്മാണ്ഡ പടങ്ങളുടെയും കൊമേഴ്ഷ്യൽ ഹിറ്റ്സിൻ്റെയും ഒക്കെ ഒരു എഡിറ്ററാണ്. അപ്പം അത്രയും കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ആള് സ്വന്തമായിട്ടൊരു മൂവി ചെയ്യുമ്പോൾ ഏകദേശം 45ഓളം പുതുമുഖങ്ങൾ ഈ മൂവിയിലുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് വളരെ കമൻറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണോ, അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു സ്റ്റോറി ഐഡിയ നമ്മളതൊരു ഓക്കെ നമുക്കതൊരു മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിങ്ങിലേക്ക് പോകാം എന്നുള്ളൊരു ഐഡിയ വന്നൊരു കാസ്റ്റിംഗ് സൈഡിലേക്ക് കടന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് അങ്ങനെ ഒരു കാസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞപ്പം ഈ ടോട്ടലി ഒരു പുതിയൊരു ക്രൂ അല്ലെങ്കിൽ ഒരു വലിയ ഫെമിലിയർ ആയിട്ടുള്ള ആരെയും എനിക്ക് വേണ്ട, എന്നാൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ എടുക്കണം എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് ആദ്യം നമ്മൾ ഷാജറിൻ്റെ ക്യാരക്ടർ ഒരു മെയിൻ ക്യാരക്ടറാണ് അതിനകത്ത്. അപ്പം അതാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ബാക്കിയെല്ലാം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് വെച്ച് വേണം നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഷാജേട്ടൻ്റെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഷാജേട്ടൻ എന്നോട് ഇങ്ങനെ ഷാജറിൻ്റെ പേര് പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഷാജറിലേക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ ഷാജേട്ടൻ എന്നുള്ള രീതിയിൽ, അതായത് മതി എന്നുള്ളതിൽ തന്നെ ഫിക്സ് ആയി. വേറൊരു ഓപ്ഷൻ പോയിട്ട് ഞാൻ ഷാജറിൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഷാജറിനിലേക്ക് എത്തുന്നത്. അപ്പം ഷാജേട്ടൻ എന്താ പറഞ്ഞ പോലെ 30 വർഷമായി. ഹ്യൂമർ ഭയങ്കരമായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യും. സീരിയസ് നമ്മൾ വരുന്ന ഒരു സ്റ്റേജാണ് ഷാജേട്ടൻ. ഗുമസ്തൻ എന്നൊക്കെ പറഞ്ഞ ഫിലിമിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷാജറിനെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ ഷാജറിന് ഈ ക്യാരക്ടർ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഷാജറിനെ ഞാൻ ആദ്യം ഫൈനൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഒരു ന്യൂ ഫേസ് ഒരാളെ വേണം. 2-3 ഓപ്ഷൻസ് നമ്മൾ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ ഷാജറിനാണ് ആകാശിനെ റെഫർ ചെയ്യുന്നത്. ആകാശിലേക്ക് എത്തുന്നു. ആകാശ് ആ ടൈമിൽ ബോംബെയിൽ ഫിലിം സ്കൂളിൽ പഠിച്ചിട്ട് ആക്ടിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ ആകാശുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ആകാശിനെ നമ്മളവിടെ ഫൈനൽ ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻസ് അതിൽ വരുന്ന ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നമുക്കിത് ഈ സബ്ജക്റ്റ് നമ്മൾ പറയുന്നത് ഒരു ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടർ, അയാൾ നമ്മൾ ഒരു സീക്വൻസ് ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട് ആയിരിക്കും ചിലപ്പോൾ. ആ ക്യാരക്ടർ വന്നത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പ്രഡിക്ഷൻ വരും നമുക്ക് ഈ പുള്ളി അങ്ങനെ ചെയ്യുമോ ഇല്ലയോ. ഇപ്പം കളങ്കാവെന്ന് പറഞ്ഞ മൂവിക്കകത്ത് നമുക്ക് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് അതിനകത്ത് കാണുമ്പോഴും നമുക്കാന്നുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ട് തോന്നരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ബാക്കിയുള്ള എല്ലാവരെയും കാസ്റ്റ് ചെയ്യുന്നത്. അതിലെ ഓരോ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം നയനയൊക്കെ ഈ പറയുന്ന പോലെ ജൂണിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ നയനയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഇതിലിരിക്കുന്നത്. പിന്നെ ശരൺജിത്ത്, പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ 35 പേരോളം പുതിയ, ഇവരെല്ലാം അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിള്ളേരാണ്, ഫിലിം സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ്. ശരിക്കും അത് വളരെ കമൻറ്റബിൾ ആയിട്ടൊരു കാര്യമാണ്, ന്യൂ ഫേസസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത്. സർ, പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വേറൊരു സൈഡാണല്ലോ നമ്മൾ കാണിക്കുന്നത്. ഇപ്പം ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടെ ഈ എസ്പെഷ്യലി കൊച്ചു കുട്ടികൾ വളരെ കാഷ്വലായിട്ട് ഇൻ്റർനെറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും ഞാൻ ആളുകളോടും കൂടെ ചോദിക്കുന്നത്, അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും അത് ആക്ട് ചെയ്ത ടൈമിലും അത് നമ്മുടെ റിയൽ ലൈഫിൽ വന്നാലുള്ള അവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ അതിലേക്ക് പോയി വീഴാനുള്ള ചാൻസസ് ഉണ്ടോ? പല ട്രാപ്പുകളുണ്ടല്ലോ ഇൻ്റർനെറ്റിൽ, അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷാജി ചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഇത് റിയൽ ലൈഫിലുള്ളവർ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക? ഉണ്ട്. ആക്ച്വലി റിയൽ ലൈഫിൽ സംഭവിച്ച പല കേസസുമായിട്ട് ഒരുപക്ഷെ നമ്മൾ സാമ്യം തോന്നാവുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു ലോകം ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. നമ്മൾ ചിന്തിക്കാത്ത മേഖല, ഓരോ കാര്യങ്ങളും പുതിയ അറിവല്ല. അപ്പോൾ സാധാരണക്കാരുടെ ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് ഒരു ചെറിയ വിഷയത്തിനകത്ത് ഒരാളുടെ പൈസ ബാങ്കിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ ഒരു 1,00,000 രൂപ കയ്യിലാകെ ബാങ്കിലുണ്ടായിരുന്ന 1,00,000 രൂപ പോയി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ജോലിയെടുത്ത് ജീവിക്കുന്ന അന്നുള്ള പോകുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഹാക്കിംഗ് എന്താണെന്നോ ഡാർക്ക് വെബ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്നോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇന്ന് അവിടെയും ഇതുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയുമായിട്ട് നമ്മളൊരു പശ്ചാത്തലം പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളറിയാതെ. നമുക്കിടയിൽ ഒരുപക്ഷെ ഈ ഒരു ലോകം ഉണ്ട് ആക്ച്വലി. പക്ഷേ നമ്മൾ അതിലൂടെ ഒരു കഥ പറയുന്നതാണ്.
അപ്പോൾ ഈ ലോകത്ത് ഇവിടെ കേരളത്തിലൊക്കെ സജീവമായിട്ടുണ്ടാവാം, നമുക്കറിയുന്നുള്ളൂ. ഇടനാട് ഇപ്പോൾ അതെങ്ങനെയാണ്, നാളെ അത് കുറച്ചുകൂടെ കൂടുതലാവാം ഒരു പക്ഷേ. അപ്പോൾ നമുക്കൊരിക്കലും ഇപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് നമ്മൾ സിനിമയിൽ എഴുതി കാണിച്ചെന്ന് പറഞ്ഞിട്ട് ആരും സ്മോക്കിംഗ് നിർത്തുന്നില്ലല്ലോ, മദ്യപാനം നിർത്തുന്നില്ലല്ലോ. അതാ എഴുതിയിരിക്കുന്നത് വരുമെങ്കിൽ നമ്മൾ പറയുന്നത് ഇവിടെ മൂത്രം ഒഴിക്കണമെന്ന് എഴുതി വെച്ചാൽ അവിടെ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്, മനസ്സിലായാലും. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ആസ് യൂഷ്വൽ നടന്നുകൊണ്ടേ പോകുന്നു. ഇതൊന്നും ഒരിക്കലും ഇതിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് അണയുമ്പോൾ വേറൊന്ന് വീണ്ടും കത്തും. അതാണ് ഈ ലോകം. ഡ്രഗ്സിൻ്റെയും മാഫിയയുടെയും ഒക്കെ ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്നതാണ്. നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെന്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഇവനെല്ലാം തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കരുതിയിരിക്കണം അല്ല. അപ്പോൾ ഈ സിനിമ കഴിയുമ്പോഴും നമുക്കൊരു പക്ഷേ നമ്മളിലൂടെ ഒരു സ്പാർക്ക് പോവാം. റിലേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണക്കാരായ ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഇതിനകത്തുണ്ട്. കറക്റ്റ്. അപ്പം സർ, ഒരുപാട് നമ്മൾ ഹിറ്റായ നമുക്ക് ഫെമിലിയർ ആയ മൂവികളുടെ ഒക്കെ ട്രെയിലർ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു മാസ് എഡിറ്ററാണ്. അപ്പോൾ സാറിൻ്റെ സ്വന്തമായിട്ടൊരു മൂവി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ട്രെയിലർ ആ എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് കാണുന്നതും ആ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ എവിടെയെങ്കിലും ഈ ട്രെയിലർ ജസ്റ്റ് ഒരു എന്താ പറയുക പിക്ചർ വി ബാക്കി എന്ന് പറയുന്ന പോലെ മൊത്തം കാണിക്കാതെ ഇതിലും കൂടുതലായിട്ട് ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ടോ സ്റ്റോറി? നമുക്ക് ജസ്റ്റ് ഒരു ബ്രില്യൻസ് ആണ്, നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടി, പക്ഷെ സ്റ്റോറി ലൈൻ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ്. ട്രെയിലർ എപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ആളാണ്. അത് സ്വന്തം പ്രൊജക്റ്റിൽ അത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അഭിനയിച്ച് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ഭയങ്കര ഇമ്പാക്റ്റ് നമുക്ക് കിട്ടി ആ ട്രെയിലർ കണ്ടപ്പം. ഈ മൂവിയിൽ കാതലായിട്ടുള്ള എന്തോ ഉണ്ടെന്ന്, പക്ഷെ നമുക്ക് കണക്ട് നമ്മളെപ്പോഴും ട്രെയിലർ കാണുന്ന കോമൺ ആൾക്കാർ ഇതിലെ കഥ കണ്ടുപിടിക്കാനാണല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷെ അത് മനഃപൂർവ്വം വില്ലനാക്കി വെച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു മേജർ എലമെന്റ് നമ്മൾ ഹിഡൻ ആക്കിയിട്ടുണ്ട്. കാരണം അത് ട്രെയിലറിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുമ്പം നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. പിന്നെ ഇതൊരു സൂപ്പർ സ്റ്റാർ ഫിലിം അല്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷണ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് ഇൻഡിപെൻഡന്റ് ഫിലിമാണ്. അപ്പോൾ ഇതിനകത്ത് ഇവര് അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ എഫർട്ട് എടുത്ത്. പക്ഷെ തിയേറ്ററിൽ നമുക്കൊരു ഓഡിയൻസ് വന്ന് ഇതിനൊരു ഫീഡ്ബാക്ക് വന്നാൽ മാത്രമേ നമുക്കിത് വർക്കാവും. അത് ഇങ്ങനത്തെ ചെറിയ ഫിലിംസ് വരുമ്പം അതിലേക്ക് ആളെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. നമ്മൾ ട്രെയിലറിനകത്ത് നമ്മൾ മാക്സിമം അതിനകത്ത് എന്താണ് പടത്തിന്റെ ഒരു ഓവർവ്യൂ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന സെയിം സ്റ്റോറി ലൈൻ കണ്ടുപിടിക്കാൻ അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ഒരു പക്ഷെ എൻ്റെ ഔട്ട്ലൈൻ മനസ്സിലാവും. പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഞാനൊരു 3 times കണ്ടു. ആ ഇമ്പാക്റ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കൂടുതൽ നമ്മൾ സ്റ്റോറി അന്വേഷിച്ച് പോകുന്നതിലും കൂടുതൽ ആ ട്രെയിലറിന്റെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് കുറച്ച് പാടാണ്. കാരണം അത് നമ്മുടെ ഫിലിം ആയതുകൊണ്ട് പറയുന്നല്ല കേട്ടോ, അങ്ങനെ അല്ല. എനിക്ക് ആ ഫാക്ട് ഫീൽ ചെയ്തോണ്ട് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും സാറിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് കുറച്ചിതിന്റെ സ്ട്രക്ചർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ മൂവിയുടെ സ്റ്റോറി ലൈൻ ഭയങ്കര നോർമൽ സ്റ്റോറി ലൈനാണ്, ഭയങ്കര ബേസിക്. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്ന രീതിയും ഇതിന്റെ ഇൻസിഡൻസും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് കണക്ട് ആവില്ല തിയേറ്ററിലാണ്. അത് തിയേറ്ററിൽ തന്നെ അത് നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ഫ്യൂച്ചർ നമുക്ക് OTT വരുമ്പോഴൊക്കെയാണ് അത് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ ഈ February 13th അറ്റ് മൂവി കാണാൻ നമ്മളുടെ വരുന്ന ഓഡിയൻസിനോട് ടീമിന് എന്താണ് ഗ്യാരണ്ടി ചെയ്യാനുള്ളത്? തികച്ചും വ്യത്യസ്തമായ എന്ന് നമ്മൾ സ്ഥിരം പറയുന്ന വാക്കല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സൗണ്ട് കൊണ്ടും വിഷ്വൽ എഫക്ട്സ് കൊണ്ടും അല്ലാതെ എല്ലാറ്റിലും ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോൺ മാക്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ പോയ അദ്ദേഹം എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. ഒട്ടും ബോറടിപ്പിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്സിനുള്ള റിസൾട്ട് കിട്ടും. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി അറ്റ് മൂവി കാണണം. കാരണം എന്നാലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇപ്പോൾ February 13th അറ്റ് മൂവി റിലീസ്.
അപ്പോൾ ടീമിന് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.